എന്തായാലും നല്ല പൊളി ഏരിയ കേട്ടോ. അപ്പോൾ വെക്കുന്നത് കൊണ്ടാണ് ഈ കുലുക്ക് എന്ന് പറയുമ്പോൾ എടാ കുലുക്കല് ഇനി സേഫ് അല്ല. ഇറ്റ്സ് മീ ഡ്രീം റോക്കി. വീണ്ടും നമ്മുടെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ബഡീസ്, ഇന്നത്തെ ദിവസം ഞാൻ വീണ്ടും ഒരു റിപ്പോർട്ടർ ആവാൻ വേണ്ടി പോവുകയാണ്. വേറൊന്നുമല്ല, ഞങ്ങളുടെ ഡി മീഡിയ എന്ന് പറയുന്ന ചാനലിന് വേണ്ടിയിട്ട് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോവുകയാണ്. അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 9 മണിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ എണീറ്റപ്പോൾ ലേറ്റായി പോയി, ഫുഡ് കഴിച്ചപ്പോൾ ലേറ്റായി, സമയം ഇപ്പോൾ 8:30 കറക്റ്റ് ഇനി അരമണിക്കൂറും കൂടെ ഉള്ളൂ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററോളം ഉണ്ട്, അത്രയും ഓടി എത്തണം. അപ്പോൾ ടൗണിൽ നമ്മൾ ഉജിത്ത് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഉജിത്താണ് വീഡിയോ എടുക്കുന്ന ക്യാമറമാൻ, എല്ലാം സെറ്റപ്പ് അവനാണ്. സോ ഉജിത്ത് അവിടെ വന്ന് എന്നെ വെയിറ്റ് ചെയ്തപ്പോൾ ഉണ്ട്. സോ കംപ്ലീറ്റ് ഷോക്കായിപ്പോയി, ഞാൻ ആ ലേറ്റ് ആയിപ്പോയത്. അപ്പോൾ വേറൊന്നുമില്ല, ഇന്ന് നമുക്ക് പോയിട്ട് ഡോക്യുമെൻ്ററി ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, പോവാം. So I really wanna get on it. Gotta get turned up tonight. 9 മണിയൊക്കെ ആകുമ്പോഴേ അവിടെ എത്തണം എന്ന് പറഞ്ഞായിരുന്നു. 9 മണിയാകുമ്പോൾ അവർ എത്തിയില്ല. ഓ, ഇപ്പോൾ സമയം കണ്ടില്ലേ, ഇപ്പോൾ സമയം 8:45 ആവാറായി. നമുക്ക് അന്ന് നമ്മൾ പോയത് ഈ റൂട്ടാണോ? പിന്നെ അവർ നമ്മളിവിടെ പിക്ക് ചെയ്യാൻ വരാമെന്നാണ് പറഞ്ഞത്. നമുക്ക് അപ്പുറത്തേക്ക് ടൗണിലേക്ക് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ക്യാമറ ഉജിത്തിൻ്റെ കയ്യിലായിരിക്കും. ഉജിത്തായിരിക്കും ഇനി ക്യാമറയിൽ വിളയുന്നത്. നമുക്ക് അവിടെ പോയി നിൽക്കാം. നീ വണ്ടി എടുത്തിട്ടോ, ഞാൻ അങ്ങോട്ടേക്ക്. അവർ നമ്മളെ നോക്കി അവിടെ വന്ന് നിൽക്കും. ഹെൽമെറ്റ് നീ എടുത്ത് വെച്ചു. ഓക്കെ, ഞാൻ പതിയെ നടക്കാം. കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ 9 മണിക്ക് എത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് 9 മണിക്ക് എത്തി. അപ്പോൾ ഇവർ നമ്മളിവിടെ പിക്ക് ചെയ്യാൻ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണ്. ആദ്യം ഞാനൊരു വന്ന ഉടനെ ഒരു ഷൂട്ട് ചെയ്തു. വന്ന ഉടനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഷൂട്ട് ചെയ്തപ്പോഴത്തേന് ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോഴത്തേന് അത് ഫോക്കസ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടിയേനെ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കറക്റ്റ് 9 മണിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളിവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് പാണത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ എന്താ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എന്താണ് ഈ കൊയ്ത്തുത്സവം എന്ന് പറഞ്ഞൊരു പരിപാടി. അപ്പോൾ അതിൻ്റെയൊക്കെ ഡോക്യുമെൻ്ററി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആൾ നമ്മളെ കൂട്ടാൻ വരുമെന്ന് പറഞ്ഞത്. സമയം ഇതുവരെ കണ്ടില്ല. അപ്പോൾ 9 മണിക്ക് ഇവരുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ കേട്ടോ.
എന്തായാലും അവർ വരാൻ കുറച്ചുകൂടെ താമസം എടുക്കും. ഏകദേശം ഒരു 10 മണിയാകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് നല്ല ബ്യൂട്ടി ആയിട്ടൊരു ഒരു ഒരു വൈബ് പ്ലേസ് കിട്ടിയപ്പോഴത്തേക്കും ഞാനിവിടെ അങ്ങ് വലിഞ്ഞങ്ങ് ഇറങ്ങി. നല്ല രസമുണ്ട് കേട്ടോ. കാരണം ഇത് നല്ല കുത്തി ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്ക് നടക്കാനൊക്കെ പറ്റും. നല്ല രസമുണ്ട്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതുവഴി ഞാൻ വന്നപ്പോഴത്തേന് ഞാൻ വിചാരിച്ചായിരുന്നു ഇവിടെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒന്ന് നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും അത് സാധിച്ചു. അതിനകത്ത് എന്തായാലും ഞാൻ കൃതജ്ഞനാണ്. എന്തായാലും പൊളി കേട്ടോ. കൊള്ളാം. നല്ല വൈബ് പ്ലേസ്. സോ എന്തായാലും നല്ല പൊളി ഏരിയ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ 9:30 ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും അവരുടെ ഷൂട്ട് നടക്കുന്നത്. അപ്പം എന്തായാലും നമ്മളിവിടെ വന്നപ്പോഴത്തേന് ഇതുപോലെ ഒരു കിടുമാസം ഒരു പ്ലേസ് കണ്ടപ്പോഴത്തേന് ആ വിഷ്വൽ ട്രീറ്റ് നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ മോശമല്ലേ. ക്യാമറാമാൻ ഇതാ അവിടെ ഇരിപ്പുണ്ട്. അവനെ ഞാൻ ഇങ്ങോട്ട് ഇറക്കിയില്ല. ഇതോ അവിടെ ഇരിപ്പുണ്ട്, ബാക്കിൽ ഇരിപ്പുണ്ട്, ഇരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ അവിടെ ഇരുന്നോളാം. ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേനും അവനോട് പറഞ്ഞു ഇറങ്ങത്തേക്ക് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ നേരത്തെ പറയണ്ടായിരുന്നത്. എന്തായാലും പൊളിച്ചു. ഒരു തടി വന്ന് നിൽക്കുന്നുണ്ടോ. സോ എന്തൊക്കെയാണെങ്കിലും ഞാൻ മുകളിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഷൂട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കിടുമാസ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. അപ്പോൾ പതിയെ ഞാൻ അങ്ങോട്ട് കയറുക കേട്ടോ. ഇനി ഒന്നും നോക്കുന്നില്ല. പതിയെ അങ്ങോട്ട് കയറാം. സോ ഫൈനലി ഇതാ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എന്താ പറയുക, ഇനി ഞാൻ ഇവിടെ എന്താണ് നടക്കുന്ന സംഭവം ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് അതുപോലെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഡി മീഡിയ എന്ന് പറഞ്ഞ ന്യൂസ് ചാനലിലേക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ വ്ളോഗിൽ കാണിക്കുന്നില്ല. അപ്പോൾ ക്യാമറ ഞാൻ ഉജിത്തിന് കൈമാറുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ അങ്ങോട്ട് കൈമാറുക കേട്ടോ. സോ ബഡീസ്, നിങ്ങളെ വേറൊരു വെറൈറ്റി സംഭവം കാണിക്കാൻ വേണ്ടി പോവുകയാണ്. വെറൈറ്റി ഒന്നുമല്ല കേട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേന് ഒരു തൂക്കുപാലം കിട്ടി. സോ അപ്പോൾ ഞങ്ങൾ ഈ തൂക്കുപാലത്തിൽ ഞാനും ഉജിത്തും പതിയെ അങ്ങ് കയറി പതിയെ നടന്നു വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, തൂക്കുപാലത്തിലൂടെ നടക്കുമ്പോഴത്തേനും ഒരു കുലുക്കം ഇല്ലേ, അത് സംഭവം നല്ല. ഇത് നിനക്ക് കുലുങ്ങുന്നുണ്ടോ? കുലുങ്ങാതെ ഞാൻ അത് കുലുങ്ങാതെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാവാം. നിനക്ക് പേടിയുണ്ടോ? എന്നാൽ പതിയെ നടന്നു പോവാ. ഞാനിങ്ങനെ പിടിച്ച് കിടക്കാം. നല്ല രസമില്ലേ? കാരണം ഇതിനകത്തോട് നടക്കുമ്പോഴത്തേക്ക് നല്ല സുഖമുണ്ട്. പക്ഷെ ആൾക്കാരൊക്കെ ചെറിയ പിള്ളേരൊക്കെ നേരത്തെ ഞങ്ങൾ ഇതിന് പോകുമ്പോഴത്തേക്ക് നല്ല നൈസായിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതിനകത്ത് നടക്കുമ്പോഴത്തേക്കും ഒരു ആട്ടം താഴോട്ട്. വൗ, ഈ താഴെ കാണുന്ന ഏത് പുഴയാടാ? പുഴ ഏതാണെന്ന് അറിയത്തൊന്നുമില്ല. എന്തായാലും ഈ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പുഴയാണെന്ന് എനിക്കറിയാം. എന്തായാലും പൊളിയാണ്. ഇത് ചന്ദ്രഗിരി പുഴയിലെ കൂടും. ഏകദേശം ചന്ദ്രഗിരി പുഴയിൽ മുട്ടും അല്ലേ സംഭവം. കമോൺ മോൺ. ഇത് നിനക്ക് ഇങ്ങനെ നടക്കുമ്പോഴത്തേനും പേടിയുണ്ടോടാ? ഇങ്ങനെ നടക്കുമ്പോഴത്തേനും ഒരു അനക്കം വരുമ്പോഴത്തേനും പേടിയുണ്ടോ? നിനക്ക് നമ്മൾ കടലിൽ പോയ വ്ളോഗാണ് ഞാൻ പറയുന്നത്. പിന്നെ നീന്താൻ അറിയാവുന്നതുകൊണ്ടുള്ള അഹങ്കാരം. എടാ, ഞാനും തോട്ടിലൊക്കെ നീന്തിയിട്ടുള്ളതാ. തോടല്ല, താഴത്തിലോട്ട്. യോ, എവിടെ ആണോ? നീ ഇപ്പൊ ഇതിന്റെ താഴോട്ട് വീഴുന്നെന്ന് വെച്ചോ, നീ എന്ത് ചെയ്യും? ഞാൻ രക്ഷപ്പെടുത്തു എന്ന് പറയാം. ഇവൻ പറയുന്നത് കേട്ടോ, ഒരു വിശ്വാസം ഇല്ലെന്ന്. നമ്മളിവിടെ വന്നപ്പോഴത്തേന് 2 പയ്യന്മാരും മുകളിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ താഴോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേനും അവന്മാർ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലൊക്കെ സെർച്ച് ചെയ്ത് ഇപ്പോൾ അവിടെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചു ടിക്ടോക്കിലേക്ക്. ഞാൻ പറഞ്ഞു ടിക്ടോക്കിലടാ, നമ്മൾ യൂട്യൂബിലേക്ക് വ്ളോഗ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. കിട്ടുമാസമാണ്, പൊളിയാണ്. അതിനകത്ത് ഇതിൻ്റെ കൂടെ നടക്കുമ്പോഴത്തേന് ഞാൻ ഇപ്പോൾ പുഴ കഴിഞ്ഞു കേട്ടോ, രസമുണ്ട്. ഇതിപ്പോൾ ഞാൻ നടക്കുന്നത് കൊണ്ടാണ് ഈ കുലുക്ക് എന്ന് അറിയുമ്പോൾ. എടാ കുലിക്കല്ലേ, എടാ കുലിക്കല്ലടാ. ഇവൻ കാണിക്കുന്ന പരിപാടിയുണ്ടോ അവിടെ തന്നെ കുലിക്കുന്നത്. എടാ ഞാൻ ഇതിൻ്റെ സെൻറ്ററിലെത്തി. കുലിക്കല്ലേ, ഇവിടുന്ന് കുലുങ്ങിക്കഴിഞ്ഞാൽ പോവോ? ഓക്കെ, അവൻ അവിടെ നിന്ന് തന്നെ കുലുക്കി എന്നെ പേടിപ്പിക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നു. വീഴത്തൊന്നുമില്ല, സംഭവം അത്ര സെറ്റ്. പക്ഷേ ഇത് ഇച്ചിരി തുരുമ്പെടുത്താന്ന് തോന്നുന്നു കേട്ടോ ഈ സൈഡൊക്കെ. ഞാനെന്തായാലും കയറിയേക്കാം. ഇനി സേഫല്ല, ഇനി വിട്ടേക്കാം. ഉച്ചയായി, നമ്മൾ രാവിലെ 8 മണിക്ക് ഇറങ്ങി, 8:30 ഇറങ്ങിയതല്ലേ. ഇനി പോയിട്ട് നല്ല 2 ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മുടെ ചെക്കന് കുറച്ച് ട്രീറ്റൊക്കെ. അയ്യോ, ഇത് കുലുങ്ങി, ഇത് ഇത്രയും വലിയ കുലുക്കോ? ഓക്കെ, നമ്മൾ കുറച്ച് ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മൾ വിട്ടേക്കാണ്. ഓക്കെ, ബൈ, പോവാം. ഹായ്.
ഞങ്ങളിതാ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ എവിടെ നിന്ന് പോകാൻ തുടങ്ങിയോ അവിടെ തന്നെ ഞങ്ങൾ വന്ന് ഇപ്പോൾ ഉണ്ട്. എന്താ പറയുക, എങ്ങനെ ഉണ്ടാകും മുത്ത ഷൂട്ടിങ്? അട്ടാറ് വെയിലായിരുന്നു കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോയെടുത്ത്. പിന്നെ അവരൊക്കെ നമ്മളെ വലിയ സെലിബ്രിറ്റീനൊക്കെ പോലെ കണ്ടതുകൊണ്ട് അല്ലേ, അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ വിട്ടേക്കാണ്, ഇവനിവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് വിടാം. അപ്പോൾ മുത്തേ അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവരും കാണാം. ഓക്കെ, ഞാൻ പോണേ, ബൈഡാ. യെസ്, അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്, വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ എവിടെ നിന്നാണോ ഇൻട്രോ പറഞ്ഞത് അതേ സ്ഥലത്ത് തന്നെ വന്നിട്ട് ഇതാ നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. സോ ഇന്നത്തെ ദിവസം എന്താ പറയുക, നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷേ അട്ടാറ് വെയിലായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലാസ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. കാരണം നിങ്ങളോട് സംസാരിക്കുമ്പോഴത്തേന് പിന്നെ നമുക്ക് ഈ ഫോണിലേക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു സീനാണ്. കാരണം കട്ട വെയിലായിരുന്നു. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയ സ്ഥലം, ഡോക്യുമെൻ്ററി എടുക്കാൻ വേണ്ടി പോയ സ്ഥലം, അവിടെ ആണെങ്കിൽ അതിലും വെയിൽ, പിന്നെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവരെ മാനേജ് ചെയ്ത് ഷൂട്ട് ചെയ്യിപ്പിക്കണം. പിന്നെ ഉജിത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി പോകും, അപ്പോൾ അത് മാനേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ പോകണമല്ലോ. പിന്നെ ദെൻ നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെലൈക്കൺ ഇടിച്ചു പൊട്ടിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഈസ് മീ സൈനിങ് ഔട്ട്.